ഹലോ, വിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തം 1. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം, ഇന്ന് അത്തമൊക്കെ ഇടേണ്ടതല്ലേ. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗ് എടുത്ത് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നേരെ എന്നത്തെയും കണക്ക് തന്നെ നേരെ അടുക്കളയിലേക്ക് ആദ്യം ഞാൻ എണീറ്റ് അരി അടപ്പയിടാനുള്ള തീ കത്തിച്ച് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. തീ അടുപ്പ് വിറക് നമ്മുടെ ചോറിനുള്ള വിറകൊക്കെ വെച്ച് തീ എരിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തതും വെക്കുന്നതും എല്ലാം. ഞാൻ പിന്നീടാണ് ഇന്ന് വീഡിയോ എടുക്കാം എന്ന് തന്നെ വിചാരിച്ചത് പിന്നീടാണ്. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ നടത്തിയേക്കാം. സത്യത്തിൽ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് അത്തം ഇടണം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഷോർട്സ് ആയിട്ട് ഇടാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു. രാവിലെ അത്തം ഇടുന്നതായിട്ടൊരു കുറച്ച് വീഡിയോസ് ക്ലിപ്പ് എടുത്ത് ഷോർട്സ് ആയിട്ട് ഇടാം, അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഇരുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ നമുക്ക് ഇന്ന് ഒരു ഫുൾ ലോങ് വീഡിയോ കുറച്ച് ദിവസമായില്ലേ, ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ലോങ് വീഡിയോ ഇട്ടതിന് ശേഷം അപ്പോൾ അന്നേരം എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വേണമല്ലോ. അപ്പം നീ എന്നും ആഹാരം വെക്കുന്നു, അത്തം ഇടുന്നു. ഇതിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ആഹാരം എടുക്കുന്നു, അത്തം ഇടുന്നു, പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ആവുന്നു, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓക്കെ ബായ് പറഞ്ഞു വെക്കുന്നു. അങ്ങനെയല്ലേ പൊതുവേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വേണ്ട. ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് കുറച്ച് ദിവസം ഇനി അത്തം 1 തുടങ്ങിയല്ലോ. അപ്പോൾ ഇനി അത്തം 10 തിരുവോണം അങ്ങനെയാണല്ലോ സംഭവം. അപ്പോൾ ഇനി 10 ദിവസവും കൂടി നമുക്ക് നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം ഞാൻ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. എങ്കിലും ഞാൻ അടുക്കളയൊന്നും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അടുക്കള 2 അടുക്കളയും മറ്റേ അപ്പുറത്തെ അടുക്കളയുണ്ട്, ഇപ്പുറത്തെ അടുക്കളയുണ്ട്. അപ്പോൾ വർക്ക് ഏരിയ, അപ്പം പേര് കിട്ടിയില്ല. അപ്പോൾ ഇത് രണ്ടും ഡീപ്പായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഡീപ്പായിട്ട് തന്നെ നമ്മൾ പുറമേ ഒന്ന് മേൽഭാഗം എല്ലാം ഒന്ന് തുടയ്ക്കും, അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അത് നടത്തിയെടുക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ എന്തായാലും വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്താം എന്നും പറഞ്ഞിറങ്ങിയതാണ് ഞാൻ. ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. കാര്യം അമ്മാതിരി വലിയ ഞാൻ മുമ്പത്തെ ക്ലീനിങ് വീഡിയോയിൽ ചെയ്ത പോലെ അത്രയ്ക്ക് വലിയ ജോലിയൊന്നും ഇതിനെനിക്ക് തോന്നിയില്ല. അത്ര ഭയങ്കരമായിട്ട് മറ്റേതെന്ന് പറഞ്ഞാൽ ജനലെല്ലാം തുടച്ച് ആകമെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞ് 2 ദിവസം ഞാൻ കിടക്കേണ്ടി വന്നു. ആ രീതിയായിരുന്നു എനിക്ക്. ഇപ്പം ഈ ഇടയ്ക്കൊരു പനി വന്നു. ആ പനി എനിക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് തുമ്മൽ, അലർജിയുടെ ആണോ എന്തൊന്നും എനിക്കറിയത്തില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ശ്വാസം മുട്ടൽ വന്ന് ഇന്നലെ രാത്രി ഫുള്ള് ശ്വാസം മുട്ടൽ വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ ചാവും എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അതേപോലെ എനിക്ക് ശ്വാസം മുട്ടൽ വന്ന് ഉള്ള വിക്സ് വാരി തേച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ഞാനിങ്ങനെ ഇന്നലെ ഒരു ശകലം ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് ഏകദേശം എനിക്ക് ഒരു 3:20-3:25 ആ സമയത്ത് എപ്പോഴുമാണ് ഞാൻ ഉറങ്ങിയത്. അതുവരെയും ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. എങ്കിലും ഞാൻ വിചാരിച്ചു എന്തായാലും എഴുന്നേക്കാൻ അത്ര എനിക്ക് ക്ഷീണം തോന്നിയില്ല. കാര്യം പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് അത്രയും ക്ഷീണം തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പെട്ടെന്ന് തന്നെ എണീക്കുകയും ചെയ്തു, കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്തോറും ചിലപ്പോൾ വയ്യാതെ വന്നു പോയാലോ എന്ന് പേടിച്ച് ഞാൻ ഉള്ളത് പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഒരുവിധം ആക്കിയെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ആഹാരമൊക്കെ ഒരുവിധം ഒന്ന് ആക്കണം, പിള്ളേരെ സ്കൂളിൽ വിടണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങും അതേപോലെ ഒരു ക്യാരറ്റും സവാളയൊക്കെ ഇട്ട് ഒരു കിഴങ്ങ് കറി അതായിട്ട് വെച്ചു. നല്ല സാധാ രീതിയിൽ നമ്മൾ ഈ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഉണ്ടാക്കത്തില്ല, ആ ടൈപ്പ് കറിയാക്കി. പിന്നെ അപ്പമാണ് ഞാൻ ചുട്ടത് കേട്ടോ. എൻ്റെ മൂത്ത മോന് അപ്പച്ചട്ടി ചുടുന്നത് അപ്പം ഇഷ്ടമല്ല, അവൻ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിലാണ് അപ്പം ചുടുന്നത്. ദോശക്കല്ലിലാണെങ്കിൽ ആളപ്പം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ദോശക്കല്ലിൽ ചുട്ടെടുത്തൂന്നേ ഉള്ളേ.
അതുകൊണ്ടാണ് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ ആ കറിയുമാക്കി അതിന് ശേഷം ഞാനങ്ങ് അപ്പവും ചുട്ട് മാറ്റി. പിന്നെ അവനൊരു മുട്ട പൊരിച്ച് ചോറ് കൊടുത്തു വിടണമല്ലോ. അപ്പോൾ മുട്ടയൊക്കെ പൊരിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഈ സ്റ്റാൻഡ് കുറച്ച് ദിവസമായി ഞങ്ങൾ പാല് കാച്ച് കഴിഞ്ഞു. ഈ ഓണത്തിനൊരു പ്രത്യേകതയും കൂടി, ഓണത്തിനല്ല ഈ അത്തത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട്, അതായത് ഞങ്ങളുടെ വീട് വെച്ചത് കഴിഞ്ഞ വർഷം പൂരാടത്തിനായിരുന്നു. പൂരാടത്തിനോ മൂലത്തിനോ കണ്ടായിരുന്നു ഞങ്ങളുടെ പാല് കാച്ച്. അപ്പം അത്ത ഉദിക്കുന്ന സമയത്തൊന്നും ഞങ്ങളിവിടെ ഇല്ല, വാടക വീട്ടിലാണ്. അപ്പം ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്നാണ് ഞാൻ വലിയൊരു അത്തം ഇട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ ഓണമാണ്, എങ്കിലും അത്തം ആദ്യമായിട്ടാണ് ആദ്യം മുതലുള്ള അത്തം 1 മുതലുള്ള അത്തം ഞാൻ ഇടുന്നത് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ, നമ്മുടെ പുതിയ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതും കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുന്നത്, ഞാൻ ആദ്യം വിചാരിച്ച സ്റ്റാൻഡ് അങ്ങ് കഴുകി വെച്ചതിന് ശേഷം പിന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് നമുക്ക് അത്ത വിടാനുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റാൻഡ് ഞാൻ വെളിയിൽ കൊണ്ടുപോയാൽ കഴുകിയത്, അതൊന്നും വീഡിയോ എടുത്തില്ല. വെളിയിൽ കൊണ്ടുപോയി കഴുകിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് വെളിയിൽ കൊണ്ടുവന്ന് കഴുകിയിട്ട് അവിടെ തന്നെ നല്ല വെയിലുള്ള സ്ഥലം, അവിടെ തന്നെ ഞാൻ വെയിൽ കൊള്ളാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമുക്കന്ന് അത്തം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ അത്തം ഇട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ നിൽക്കുന്ന ആ ബന്ദിയാണോ അതിൻ്റെ പേര്, ഇതിൻ്റെ പേരെന്തോ സാധനത്തിൻ്റെ ആ നിൽക്കുന്ന പൂവിൻ്റെ പേരാർക്കെങ്കിലും അറിയാമോ? ഞാൻ പേര് മറന്നുപോയി, എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല. ബന്ദി മറ്റേതല്ലേ എന്തോ. ഈ സാധനം അവിടെ ഫുള്ള് കാട് പോലെ അവിടെ നിൽക്കുമായിരുന്നല്ലോ. ഞാനതെല്ലാം വലിച്ചു പിഴുതു. അതുകൊണ്ട് ആ ഭാഗത്ത് അത്രയും പൂവ് ഞാൻ നിർത്തിയേക്കുന്നത് ഈ അത്തത്തിനിടാൻ വേണ്ടിയാണ്. ഞാൻ അത്രയും ഭാഗം ഞാൻ നിർത്തിയേക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ അവിടുന്ന് ആ ഭാഗത്തു നിന്നും മൊത്തം പിഴുത് കളഞ്ഞതുകൊണ്ട് തന്നെ അത്രയും ഭാഗം നല്ല രീതിയിൽ സ്പേസായി. ഇനി ഞാൻ വിചാരിക്കുന്നത് ഓണം കഴിഞ്ഞിട്ട് ആ പൂവ് നിൽക്കുന്ന സംഭവങ്ങൾ മൊത്തം ക്ലീൻ ആക്കണം. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും കണ്ടോ അത് കിളിച്ച് നിൽക്കുക, അതിനകത്ത് പൂവില്ല എങ്കിൽ പോലും അതെല്ലാം കിളിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ തൈയെല്ലാം മുറ്റം മൊത്തമായാലും റോഡ് മൊത്തമായാലും മൊത്തം തൈയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം എനിക്ക് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് മൊത്തത്തിൽ അങ്ങ് കാട് പോലെ ആവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഓണം കഴിഞ്ഞിട്ട് അതെല്ലാം അങ്ങ് പിഴുത് മാറ്റിയതിന് ശേഷം കുറച്ച് ചെടിച്ചട്ടി വാങ്ങിച്ച് അതിനകത്ത് കുറച്ച് ചെടികളൊക്കെ നട്ട് എനിക്ക് പൂവുള്ള ചെടികളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഈ ഇലകളുടെ മാത്രമുള്ള ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് ഈ പൂവുള്ളതിനോടാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ കുറച്ച് പൂവുള്ള ഇത് എടുത്ത് വെച്ച് നമുക്കൊന്ന് സെറ്റപ്പാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്, നടക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് 3 ട്രിപ്പായിട്ടാണ് ഞാൻ ഇന്ന് അത്തം ഇട്ടത്. കാര്യം 3 ട്രിപ്പായിട്ടാണ് എനിക്ക് പൂ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അത്തം ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നിട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചുമന്ന ചെറിയ പൂ നിൽപ്പുണ്ട്. അത് ഈ പറയുന്ന കണക്ക് കാട് പോലെ അങ്ങ് കിളിക്കും. അത് ഞങ്ങളുടെ അല്ല, അപ്പുറത്തെ വീടിൻ്റെ മതിലിന് റോഡിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പോയി കുറച്ച് പൂ പിച്ചിക്കൊണ്ട് വന്ന് അത് പിന്നെ രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്തവൻ ഇപ്പുറത്തെ സൈഡിൽ ശംഖുപുഷ്പം നിൽപ്പുണ്ടമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഒത്തിരി ശംഖുപുഷ്പം പിച്ചിക്കൊണ്ട് വന്ന്. അങ്ങനെ 3ാമത്തെ ട്രിപ്പാണ് ഞാൻ ഈ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 ട്രിപ്പ് ഞാൻ ഇരുന്ന് സത്യത്തിൽ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് അമ്മ കുറച്ച് അരുളിപ്പൂ കൊണ്ടുവന്ന് അത് ഞാൻ പിന്നെ ആ സൈഡിലെല്ലാം ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ നേരെ വന്ന് ആവി പിടിക്കുക ചെയ്ത് 2-3 വട്ടം ഞാൻ ആവി പിടിച്ചു കേട്ടോ. ഞാൻ അത്രയും വീഡിയോ എടുത്തിട്ടില്ല, കാര്യം എനിക്ക് അത്രയ്ക്ക് ഇന്നലെ വയ്യാതായിരുന്നു. അതുകൊണ്ട് 2-3 വട്ടം ഞാൻ ആവി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയിലും പിടിച്ചിട്ടേ കിടക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. ഒരു പനി വന്നതിന് ശേഷം പറ്റിയ കാര്യങ്ങളാണ്. ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്താ പറയുന്നത്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വരെയും ഞാൻ തുമ്മൽ, അതേപോലെ എനിക്ക് വയ്യ, എനിക്കങ്ങ് ക്ഷീണം, തളർച്ച, ശ്വാസം മുട്ടൽ,
എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇപ്പോഴും ഇതുവരെ മാറാത്തൊരു ഇതായിട്ട് നിൽക്കുകയാണ്. എന്തോ ഇതാണ് സംഭവം. എന്തായാലും അത് ആ പനിയുടെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ ഓക്കെ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ നമ്മുടെ സ്റ്റാൻഡുകൾ, 2 സ്റ്റാൻഡുണ്ട്. അതിന് 2 സ്റ്റാൻഡ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടു കാണും. അത് രണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോയിൽ നിന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളോടൊന്നും ആരും ലിങ്ക് ചോദിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ആ 2 സ്റ്റാൻഡും നല്ല സ്റ്റാൻഡാട്ടോ 2. അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് കഴുകി ഉണ്ണിക്കുട്ടൻ്റെ കൊടുത്തിട്ട്, ഉണ്ണിക്കുട്ടൻ സിറ്റൗട്ടിൽ വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. വെയിലത്ത് കൊണ്ടുവെക്കാനായിട്ട് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അന്നത്തെ പാത്രങ്ങളെന്ന് അന്ന് ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളുണ്ട്, അന്നത്തെ പരിപാലനം കഴിഞ്ഞ കുറച്ച് പാത്രങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് കഴുകി അവിടെ തന്നെ അങ്ങ് കമത്തി വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ സ്റ്റാൻഡ് ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം അവിടെ ഇരിക്കുക. അപ്പോൾ അത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ്, എങ്കിലും കുറച്ച് കുറച്ച് തവികളും അതേപോലെ മേളത്തെ തട്ടിയിരിക്കുന്ന കുറച്ച് പാത്രങ്ങളും നമ്മൾ എടുക്കുന്നില്ല. സ്ഥിരം എടുക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ സ്ഥിരം കഴുകുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാത്ത പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി വെക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം ഇറക്കി, എന്നാൽ പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പാത്രവും എല്ലാം അങ്ങ് കഴുകി വെക്കാം. അതായിട്ടിനി കുറയ്ക്കണ്ട, എന്തിനാല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങി ഇനിയിപ്പം കുളിച്ചങ്ങ് കയറുക, അത് തന്നെ. അപ്പോൾ ഞാൻ അങ്ങനെ ആ പാത്രങ്ങളെല്ലാം വാരിയിട്ട്, ഈ പാത്രങ്ങളൊന്നും, ഈ വലിയ പ്ലേറ്റുകളൊന്നും ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല. അത് ചുമ്മാ ഒരു ഷോയ്ക്കുള്ളത് മാത്രമാണ്. സംഭവം എന്തെന്നറിയോ, അത് എടുക്കണമെങ്കിൽ എൻ്റെ ചേട്ടച്ചാരോ എൻ്റെ ഹസ്ബൻഡോ ഭർത്താവോ വരണം. വന്നാലേ അവർക്ക് കൊടുക്കാനേ ആ പ്ലേറ്റ് ഞങ്ങൾ പരമാവധി എടുക്കാറുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അത് ഞാനൊന്ന് കഴുകി വെച്ചു. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു ആ സ്റ്റാൻഡ് ഇരുന്നെടുത്ത് വല്ല വലകളെല്ലാം ഞാൻ അന്ന് അടിച്ചതാണ്. അതുകൊണ്ട് വലകളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ആ സ്റ്റാൻഡ് ഇരുന്നത് കൊണ്ട് നമ്മൾ അന്ന് അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തട്ടിത്തൂക്കാമെന്ന് വെച്ചാൽ, അവിടെ വലയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അവിടെ ഒന്ന് തട്ടിത്തൂത്തതിന് ശേഷം ആ സ്റ്റാൻഡിൻ്റെ താഴെ ആ ടൈലിട്ടേക്കുന്ന ഭാഗത്തെല്ലാം ഒന്ന് കഴുകി ഇറക്കി വെള്ളമൊക്കെ കോരി ഒഴിച്ചങ്ങ് തകർത്ത് കഴിയുമ്പോഴാണ് ഞാൻ കാണുന്നത്, നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന പാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു, കഴുകണ്ടെന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു. ഈ വെള്ളം മൊത്തവും അതിനകത്താണ് വന്ന് മറിഞ്ഞത്. അതിൻ്റെ കാര്യം ഓർത്തില്ല ഞാനിങ്ങനെ കോരി ഒഴിച്ച ഊക്കിന് അത് മൊത്തം, ആ വെള്ളം മൊത്തം ആ പ്ലേറ്റിനകത്ത് വന്ന് വീണു. പിന്നെ അത് കഴുകല്ലേ വെക്കൂ. അതുകൊണ്ട് പിന്നെ അതും കഴുകേണ്ടി വന്നു. 1.5 മണിക്കൂറോളം ഞാൻ ഈ പ്ലേറ്റിൻ്റെ കൂടെ പാത്രത്തിൻ്റെ കൂടെയും കഴുകി നിന്നു. ഇത് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നൂരാൻ പോലും വയ്യ, നേരെ നിൽക്കാൻ വയ്യായിരുന്നു, അതേപോലെ നടുവേദന എടുക്കുന്നായിരുന്നു. പിന്നെയും ചെയ്തല്ലേ നോക്കൂ, ഇറങ്ങിപ്പോയില്ലേ. എന്തായാലും ഇന്ന് ഇതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു ഫലമുണ്ട് സത്യം. ഈ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക്, നിങ്ങളൊക്കെ സാധാ വീഡിയോ ഇടുന്ന അല്ലാത്തവരാണെങ്കിൽ, ഈ നമുക്കൊരു ദിവസം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ബാക്കി നാളെ ചെയ്യാം എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് എനിക്കുമുണ്ട്, സത്യമായിട്ടും എനിക്കുമുണ്ട്. അത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട്, ഈ വീഡിയോ ഫിനിഷ് ചെയ്യേണ്ടത് കൊണ്ടും ആ ഒരു കാര്യം എൻ്റെ മനസ്സിലിപ്പം വരുത്തില്ല. ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണമല്ലോ, വീഡിയോയിൽ ഫുള്ള് കാണിച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ, ഇച്ചിരി തുടങ്ങിയിട്ടാണ് ഇച്ചിരി അവസാനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഫുള്ള് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഫുള്ള് ചെയ്യും. അതുകൊണ്ട് എൻ്റെ ജോലികൾ നടക്കുന്നു, എൻ്റെ വീട് വൃത്തിയാകുന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞേട്ടോ, ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട് എൻ്റെ വീട് വൃത്തിയാകുന്നുണ്ടെന്ന്. സത്യം അത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഭാഗത്ത് എത്രയും ചുറ്റുപാട് ഒന്ന് വൃത്തിയാവണമല്ലോ, അതുകൊണ്ട് അത് വൃത്തിയാക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യും. അതുകൊണ്ട് എൻ്റെ വീട് വൃത്തിയാകും. എൻ്റെ എന്നല്ല, നിങ്ങളുടെ ആയാലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കാണുന്നു, അപ്പം നമുക്കൊരു തോന്നൽ വരണം, നമ്മുടെ വീടും ഇതേപോലെ വൃത്തിയാക്കണം എന്നൊരു തോന്നൽ വരണം. അതിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വൃത്തിയാക്കുമല്ലോ, ഇന്ന് നിങ്ങൾ വൃത്തിയാക്കും ഇല്ലേ? ഓക്കെ, എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളെല്ലാം ഞാൻ ഷടപടെ വീഡിയോയ്ക്കകത്ത് ഷടപടെ ആയിരുന്നുവെങ്കിലും 1.25 മണിക്കൂറോളം ഞാനിങ്ങനെ നിന്ന് കഴിവിയതാണ്.
അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ ജനലൊന്ന് തുടച്ച് വൃത്തിയാക്കി. ജനൽ തുടച്ചതാണ്, നമ്മൾ വെളിയിൽ നിന്ന് പുറത്തുനിന്ന് തുടച്ചതാണ്. അകത്ത് ആ ഒരു എന്താ പറയുക, ആ ചെടി ഇരിക്കുന്ന ആ ഊക്കിൽ അവിടെ ഒന്നും ഞാൻ തുടച്ചില്ലായിരുന്നല്ലോ, വെളിയിൽ നിന്ന് തുടച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ട് ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ചെടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ചെടിയൊക്കെ ഒന്ന് നനച്ച് ഉഷാറാക്കി എടുത്തു. ഞാൻ വല്ലപ്പോഴുമൊക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കുള്ളൂ, മറന്നു പോകും ഞാൻ അതിൻ്റെ കാര്യം. അതുകൊണ്ട് അതിനകത്തെ ചെടിയെല്ലാം ഒന്ന് ഉഷാറാക്കിച്ചിട്ട് ആ ചെടിച്ചട്ടിയെല്ലാം ഒന്ന് കഴുകി അവിടെ എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ ആ ടൈലിട്ട ഭാഗങ്ങളെല്ലാം ഒന്ന് തേച്ചൊരച്ചങ്ങ് കഴുകിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇന്ന് രാത്രി വരെ ഇങ്ങനെ കിടക്കുക. നാളത്തെ അവസ്ഥ എന്തുവെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയായി തുടച്ചതിന് ശേഷം ആ മിക്സി എല്ലാം ഒന്ന് തുടച്ച്, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരെ താഴേക്കിരുന്നു. അവിടെ താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അവിടെയും വലുതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് അവിടെ നിന്ന് എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയത്. അപ്പോൾ ഈ ബോക്സ് കണ്ടോ, ആ ബോക്സിനകത്ത് അത്യാവശ്യം ടിന്നുകൾ, നമുക്കിനി ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ടിന്നുകളില്ലെങ്കിൽ അവിടെ എല്ലാം അങ്ങ് നിരനിരാന്നങ്ങാവും. അതുകൊണ്ട് ആ ബൈൻഡിനകത്താകുമ്പോൾ ടിന്നുകളെല്ലാം അതിനകത്ത് തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ആ ബൈൻഡ് കൊണ്ടുവന്ന് അവിടെ വെച്ച് നല്ല ലെവലിൽ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്നു രണ്ട് മാസം, ഒരു മാസത്തോളം ആയതേ ഉള്ളൂ ഞാൻ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഈ കരിയുള്ള കലങ്ങളെല്ലാം കൊണ്ടുവന്ന് മലത്തി അങ്ങ് വെക്കും. അങ്ങനെ പറ്റുന്ന കരികളേ ഉള്ളൂ. ഞാൻ ഇത്ര കാര്യമായിട്ട് പറയണമെങ്കിൽ ഞാനല്ല അങ്ങനെ വെക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാനല്ല, എൻ്റെ അമ്മായിയമ്മയാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുമ്പോൾ അവരിങ്ങനെ നമ്മളാണൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ക്ലീനാക്കി ഇടണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പോട്ടെ. അപ്പോൾ അങ്ങനെ അവിടെ താഴെയെല്ലാം ഒന്ന് കരി പറ്റിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് തുടച്ചാൽ മാത്രം മതിയായിരുന്നു, വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളം കൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഈ സ്പ്രേ ഞാനിപ്പോൾ വാങ്ങിച്ചതാട്ടോ. അതിൻ്റെ ഷോയാണ് ഈ കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം. അതിനകത്ത് ഞാൻ പോയപ്പോൾ ക്യാൻറ്റീനിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചത് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അന്നേരം വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വെറുതെ ഷോ കാണിക്കുക, നിങ്ങളടുത്ത് കണ്ട ഞാൻ ഈ ലിക്വിഡ് വാങ്ങിച്ചു എന്ന് ഞാൻ ഷോ കാണിച്ചതാണ്. അപ്പോൾ അതെല്ലാം അതുകൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് നന്നായിട്ട് കമത്തി അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് തൂത്ത് നീക്കി മാറ്റി, എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ അടുക്കളയിലേക്ക് വന്നു. ഇനിയാണ് മക്കളെ ജോലി. അപ്പോൾ അങ്ങനെ ഇപ്പുറത്തെ അടുക്കളയിൽ വന്നു. അവിടെ ഇത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു എന്താ പറയുന്നതിന് സ്റ്റാൻഡാണ്. ഇത് ഞാൻ നമ്മുടെ സാധനങ്ങൾ, നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ്. പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ നമ്മൾ പാല് കാച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആ മേളിൽ ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് വെച്ചത് കൊണ്ട് തന്നെ ഈ സ്റ്റാൻഡിൻ്റെ ഒരു ആവശ്യം അവിടെ വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഉള്ളിയൊക്കെ ഇടാം. പക്ഷേ ഇച്ചിരി ഇതാണ് ഇടാൻ. കാര്യം സവാളയൊക്കെ തോനെയും നമ്മൾ ചിലപ്പോൾ 3 കിലോ 100 അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ 3 കിലോ ഒക്കെ മേടിച്ച് വെക്കുമ്പോൾ ഈ 3 കിലോയൊന്നും ഇതിനകത്ത് അറേഞ്ച് ചെയ്യാനൊക്കെ ഇച്ചിരി പാടുണ്ട്. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കും, അങ്ങനെ പറ്റും. അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. എങ്കിലും ഈ സ്റ്റാൻഡ് മറ്റേ രീതിയിൽ, അതായത് പൊടി ഐറ്റംസൊക്കെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ വെക്കാൻ നല്ല സ്റ്റാൻഡാട്ടോ. ഞങ്ങൾ വാടക വീട്ടിൽ ഞാൻ പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നത് ആ സ്റ്റാൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒന്ന് വൃത്തിയായി കഴുകി അതങ്ങ് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാനങ്ങ് താഴെ ഇരുന്നിട്ട് അതിൻ്റെ അടിയിലിരിക്കുന്ന കുറച്ച് ബക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കുന്നതെല്ലാം ഈ ബക്കറ്റിനകത്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ, വലിയ പാത്രങ്ങളൊന്നുമില്ല, കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുള്ളൂ. അതെല്ലാം നമുക്ക് അവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഈ ബക്കറ്റുകളെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് ക്ലീനാക്കുന്ന സമയത്താണ് എത്ര നാൾ ഉപയോഗിച്ച സാധനങ്ങൾ ഇരുന്നെന്നറിയോ. നമ്മൾ പൊടികൾ എടുത്തിട്ട് അധികമുള്ള പൊടികൾ നമ്മൾ തിരിച്ചതേപോലെ അങ്ങ് വെക്കും. പിന്നെ ആ പൊടി ശ്രദ്ധിക്കത്തില്ല, അടുത്ത കവർ പൊട്ടിക്കുക എടുക്കുക. അപ്പോൾ ആ ഇരുന്ന പൊടികൾ
2 3 കവർ എനിക്ക് പൊടികൾ ഇച്ചിരിച്ചേ ഉള്ളായിരുന്നു സംഭവം. ആ കവറിനകത്തെല്ലാം ഇച്ചിരിച്ചേ ഉള്ളൂ. അങ്ങനെ കിട്ടി. പിന്നെ അത് കളയേണ്ടി വന്നു. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ആട്ടയൊക്കെയാണ്. അതൊക്കെ ഇനി പുഴുവാകും. കണ്ടോ, ഇപ്പം കണ്ടോ പോയത്. അപ്പോൾ പുഴുവാകും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഓരോന്നും എടുത്ത് ഇതിനകത്തെല്ലാം നിറച്ച് സാധനങ്ങളുണ്ട്. മല്ലിയും മുളകും എല്ലാം പൊടിച്ചത് നിറച്ചിരിക്കുക. അപ്പോൾ അതൊന്നും എടുത്ത് കഴുകാനുള്ള ഒരു ഇതില്ല. അപ്പം ഞാൻ മല്ലിയും മുളകും പൊടിപ്പിക്കുന്നതിന് മുമ്പ് തീർന്ന സമയത്ത് ഞാനിതെല്ലാം ഒന്ന് കഴുകിയതാണ്. അതുകൊണ്ട് പിന്നെ പൊടിയൊക്കെ വെളിയിലിരിക്കുന്ന പൊടികളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വലിയ കാര്യമായിട്ട് നോക്കാത്തത്. അപ്പോൾ ഇത്രയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഒത്തിരി ബക്കറ്റുകൾ വെറുതെ ഉള്ളതുണ്ട്. ഈ വെള്ള ബക്കറ്റ് ഉണ്ടോ, ഇത് അവിടെ നിന്ന് എൻ്റെ ഭർത്താവ് വരുമ്പോൾ അവിടെ നിന്ന് അത് നിറച്ച് ഈന്തപ്പഴം കൊണ്ടുവരും. ആ ബക്കറ്റാണ് അത്. നിറച്ച് ഈന്തപ്പഴം കൊണ്ടുവന്ന ബക്കറ്റാണ് ആ ബക്കറ്റ്. അതിനകത്ത് കൊച്ചു ഏതാണ്ട് ടിന്നുകളേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും കിടപ്പില്ല അതിനകത്ത്. കൊച്ചു ടിന്നുകൾ അതിനകത്തോട്ട് വാരിയിട്ടേക്കുക. ഞാൻ അടച്ചവിടെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇവിടെ കണ്ടാൽ അല്ലറ ചില്ലറ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. പിന്നെ എനിക്ക് കേക്കിൻ്റെ കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ പച്ചരി, അരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഏരിയയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് വൃത്തിയാക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാനൊന്ന് അടിച്ചു തൂക്കാൻ നോക്കിയപ്പോൾ അതിനകത്തങ്ങ് ഒന്നുമില്ല. വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്നും തറ തുടയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെയും തുടച്ചങ്ങ് പോവും. അതുകൊണ്ട് അവിടെ വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. തുടയ്ക്കാനും ഇല്ലായിരുന്നു. പിന്നെ സ്പ്രേ ഒന്ന് അടിക്കാനുള്ളൊരു കൊതി കൊണ്ട് സ്പ്രേ അടിച്ച് ഒന്ന് തുടച്ചെടുത്തു. അപ്പം നല്ല മണമുണ്ട് കേട്ടോ. ആ സാധനം വാങ്ങിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങിച്ചു നോക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള ആൾക്കാരുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത്. ഞാൻ യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് എല്ലാവരും കയ്യിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല മണമാണ് ഇതിന്. എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ മണം. ഇത് പകുതി ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് വെക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മണം പോകത്തില്ലേ. പോട്ടെ. അപ്പോൾ അത് എല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പലചരക്ക് സാധനങ്ങൾ കുറച്ച് ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നു. എല്ലാം ഒന്നും വാങ്ങിച്ചില്ല, കുറച്ചേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളന്നേരം ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി അതിനകത്തേക്ക് ഇറക്കാം. നമ്മുടെ ഓണത്തിനുള്ള നാക്ക് കുരുങ്ങുന്നു. ഓണത്തിൻ്റെ പായസത്തിൻ്റെ സാധനങ്ങൾ, പിന്നെന്താ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം മേടിച്ചു. ഏലക്ക മേടിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ഇനി അത് മേടിക്കണം. പിന്നെ കായം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഒരു ജഗ്ഗ് പോലെ ഇതിനകത്ത് പുളി, അങ്ങനെ ശർക്കര, തേങ്ങ, ചാക്ക എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം കൂടി വാരി ആ ബക്കറ്റിനകത്തേക്ക് ഇട്ട് അടച്ചങ്ങ് വെച്ചപ്പോൾ എന്തൊരു സന്തോഷം. ഒറ്റയടിക്ക് കാര്യം കഴിഞ്ഞില്ലേ. ഓരോന്നോരോന്ന് പൊട്ടിച്ചിടുന്ന സമയം കൊണ്ട് ഇതാകുമ്പോൾ ഓരോന്നോരോന്നങ്ങ് എടുത്താൽ മതി. എളുപ്പമായില്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് പറക്കി ഒതുക്കി മാറ്റിയതിന് ശേഷം നേരെ നമുക്ക് ബക്കറ്റുകളെല്ലാം എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ച് വെച്ചിട്ട് ഈ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ വീഡിയോ ഓണാണെന്നുള്ള കാര്യം പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. വീഡിയോയുടെ കാര്യമേ മൊബൈൽ ഓണാണെന്ന് പോലും ഞാൻ ഓർക്കുന്ന പോലുമില്ല. ഞാനങ്ങ് ചെയ്യുക. ഇരുന്നങ്ങ് നിരങ്ങുക. ഞാൻ എന്തോ ചെയ്യും. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ഇപ്പുറത്ത് സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കണമല്ലോ. ഇപ്പുറത്തെ സാധനമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. എന്നും ഈ തേങ്ങ കാണുമ്പോൾ ഒരു സന്തോഷം. തേങ്ങ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമായിരിക്കുക. എന്താ വില തേങ്ങയ്ക്ക്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ വന്നു. കുറച്ച് അരികൾ, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പുഴുക്കരികളില്ലേ, റേഷൻ കടയിലെ അരി. അപ്പോൾ അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സഞ്ചിക്കകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ സഞ്ചിക്കകത്ത് വെക്കുന്നത് തന്നെ എനിക്ക് ഒരു ഭംഗിക്കുറവ് പോലെ. ഇപ്പോഴേ അങ്ങനെ കേട്ടോ. ഇതിന് മുമ്പ് എവിടെ വേണേലും കൊണ്ട് വെക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സഞ്ചി
ഒക്കെയകത്തുള്ളത് ഞാനങ്ങ് ആ ബക്കറ്റിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ നമ്മുടെ എൻ്റെ കേക്കിൻ്റെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ പാത്രങ്ങൾ അവിടെ ഞാൻ സൈഡിൽ ഒതുക്കി കമത്തി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് അവിടെ തൂക്കാൻ അടിച്ചു തൂക്കാൻ വേണ്ടി വലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വലിയ പൊടിയൊന്നും ഇല്ലാതെ. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഉള്ളിയുടെയൊക്കെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് തുടച്ച് സാധാ ഒരു വെള്ളം കൊച്ച് തുണി തുടച്ചിട്ട് വെള്ളത്തിൽ തുണിയിട്ട് ആ തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ മറ്റേ സ്പ്രേ ഉപയോഗിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് അങ്ങനെ അത് 2 വട്ടമായിട്ട് ഞാൻ അങ്ങനെ സാധാ രീതിയിൽ തുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ സ്പ്രേ വെച്ച് അടിച്ച് തുടയ്ക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നെ വെക്കണം. എടുത്ത സാധനം തിരിച്ച് അതേപോലെ തന്നെ വെക്കണ്ടേ. അപ്പോൾ അങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കമത്തി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടികളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇനി അവിടെ എല്ലാം ഒന്ന് ഒതുക്കുക പറക്കുക കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് സമാധാനമില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ രാവിലെ അച്ഛൻ വീട്ടിൽ ഇവിടെ വന്നായിരുന്നു. എൻ്റെ അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ വന്നപ്പം അച്ഛൻ റോഡിൽ ഇച്ചിരി റോഡ് നല്ല രീതിയിൽ പോച്ചയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു അതിര് ഭാഗത്ത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തൂമ്പ ഇഞ്ഞെടുത്ത് താ, ഞാനൊന്ന് ചെത്തിത്തരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സൈഡ് ഫുള്ള് ചെത്തി തന്നിട്ട് പോയി. അത് അത്രയും ചെത്തി തന്നിട്ട് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറിയത് ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുക്കളയിലെ മറ്റേ കൊച്ചു പാത്രങ്ങളിൽ ഞാൻ കുറച്ച് ടിന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മീഷോയിൽ നിന്നാണെന്ന് തോന്നുന്നു. മീഷോയിൽ നിന്നാണ് ഞാൻ കുറച്ച് ടിന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് എല്ലാത്തിലും കൂടി ഇടാനുള്ളതല്ലേ നമ്മുടെ കുറച്ച്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഇരിക്കുന്ന ടിന്നുകളെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം പാല് കാച്ചി കഴിഞ്ഞ വർഷമല്ല 2-3 വർഷത്തോളമായി ഞാൻ വാങ്ങിച്ചിട്ട്. ഞങ്ങളുടെ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ പാല് കാച്ച് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞാനത് എടുത്ത് എല്ലാ സാധനങ്ങളും ആക്കി വെക്കാമെന്ന് വിചാരിച്ചെടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം പറക്കിക്കൊണ്ട് വന്ന സമയത്ത് ഇത് ഞാൻ മുറ്റത്തോട്ട് വെച്ചിരുന്നു. അപ്പം നല്ല വെയിലായിരുന്നു അന്ന്. വെയിലത്ത് ആണോ എന്തോ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളന്ന് സാധനം കൊണ്ടുവന്നപ്പോൾ ഞാൻ പൊട്ടിച്ചത്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് വെയിൽ കൊണ്ടിട്ടാണോ എന്തോ എനിക്കറിയില്ല. ഇത് പൊട്ടിച്ചപ്പോൾ പകുതിയും ഞണങ്ങി ഒരുമാതിരി ഉരുകി ആ ഒരു പരുവായി. അത് കാരണം ഒത്തിരി ഏകദേശം ഒരു 4-5 ടിന്ന് കീറിയാണ് ഞാൻ അകത്തെ ടിന്നുകൾ എടുത്തത്. അതേപോലെ നാശമായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ടിന്നുകളിലും പകുതിയും എല്ലാം ഒരുമാതിരിയുള്ള ഗർഭിണികളുടെ കണക്കല്ല, ഒരു സൈഡ് അങ്ങ് അകത്തേക്ക് ഉരുകി അകത്തേക്ക് ഇരിക്കുകയാണ്. അതുപോലെ ഈ വലിയ ടിന്നുകൾക്കൊന്നും വലിയ ഇത് കുഴപ്പമില്ല, എങ്കിലും ചെറുതായിട്ടൊന്നും ഇതായിട്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളതെല്ലാം അങ്ങ് മാറ്റിയിട്ട് നല്ല ടിന്നുകൾ വെക്കാം എന്ന് വിചാരിച്ചു. നല്ല ടിന്നുകൾ മാത്രം അവിടെ വെച്ചിട്ട് അങ്ങനെ ഞണങ്ങിയ ടൈപ്പുള്ളതെല്ലാം അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാറ്റി അതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയാൽ കൊച്ചു ടിന്നുകൾ ഫുള്ള് ഞണങ്ങിയതാണ്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് നമ്മുടെ ജീരകവും മഞ്ഞപ്പൊടിക്ക് കുഴപ്പമില്ല, ജീരകവും അതേപോലെ ഉലുവാപ്പൊടി ഇതൊക്കെ ഇടുന്ന ഫുള്ള്. അതിൻ്റെ ഒന്നും ചെവിടില്ല, കാര്യം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റാൻഡിലോട്ട് വെക്കുമ്പോഴേ ചരിഞ്ഞു വീഴും, അതേപോലെ ചെവിടില്ല അതിൻ്റെ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ടിന്നുകൾ വാങ്ങിച്ചത്. ഇത് നല്ല ടിന്നാണ്. പക്ഷേ ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് വേറെ ടിന്നാണ് വന്നത്. അത് പിന്നെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് വാങ്ങിച്ചതാണ്. അപ്പം ഇത് നല്ല കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടിന്നാണ്. അപ്പോൾ അതിനകത്തെല്ലാം സ്പൂണും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പൊടികളെല്ലാം ജീരകവും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അതിനകത്തിട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ. ഏതൊക്കെ ഇതിനകത്ത് ഇടണം, എന്തിലൊക്കെ ഇടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നറിയാം ഇത് എന്ത് ചെയ്യണമെന്ന്. പിന്നെ പൊട്ടിച്ചിടാനുള്ളതെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാം അങ്ങ് റെഡിയാക്കി എടുത്തു, ഒരുവിധം ഒപ്പിച്ചെടുത്തു.
പിന്നെ നമ്മുടെ പഴയ ടിന്നിനകത്തൊക്കെ കിടന്ന സ്പൂണുകളെല്ലാം പുതിയതാണ്. ഞാൻ പാലുകാച്ച സമയത്ത് ഞാൻ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയപ്പോൾ ഇതിനകത്തെല്ലാം വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ സ്പൂണുകളും പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ സ്പൂണുകളും എല്ലാം ഞാൻ കുറച്ച് മേടിച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പഴയതിനകത്തെല്ലാം ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ ടിന്ന് കിട്ടിയപ്പോൾ ഈ ടിന്നിനകത്ത് തന്നെ അതിൻ്റേതായ സ്പൂണുകളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് തന്നെ കിടക്കട്ടെ, പഴയതെല്ലാം അങ്ങ് മാറ്റി ഒതുക്കി വെക്കാം, അത് പിന്നെങ്ങാണം വേണ്ടുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൊച്ചു ടിന്നുകൾ പരമാവധി ഉള്ളതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. മറ്റേ പുതിയ ടിന്നുകൾ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. മറ്റേ ഹരിതകർമ്മസേന അവർ വരുമ്പോൾ അവരെടുക്കുമെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ കത്തിച്ച് കളയണ്ടല്ലോ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കുക എന്നതായിരുന്നു പരിപാടി. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച്, അപ്പോൾ ജനലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ജനലെല്ലാം വെളിയിൽ കൂടുള്ള ക്ലീനിങ് ആയിരുന്നു, അകത്ത് കയറിയുള്ള ഒരു ക്ലീനിങ് നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഹാളും ഡൈനിങ് റൂമും അതുപോലെ മറ്റേ ബെഡ്റൂമും എല്ലാം അങ്ങനെ അകത്തുനിന്ന് തുടച്ചെങ്കിലും അടുക്കളയൊന്നും ഞാൻ അകത്തുനിന്ന് തുടച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ സ്പ്രേ അടിച്ച് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാനവിടെ കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മൂന്ന് നിറത്തിലുള്ളത് 3 തരത്തിലുള്ള മണി പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ചട്ടിയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഫുള്ള്. അത് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ, അതൊരു ഭംഗി വരും. എന്തോ ഈ ഇരിക്കുന്ന ചെടികളിലെല്ലാം മണ്ണ് പോയി. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് റീസ്റ്റോർ ചെയ്യണം. അതിനി ഒരു ജോലിയാണ് എനിക്കത്. മണ്ണ് നല്ല മണ്ണിൽ ഞങ്ങളുടെ ഇവിടെ കിടക്കുന്ന ഒരു ചേടി മണ്ണാണ്, ഒരു ക്ലേ മണ്ണാണ്. അപ്പോൾ അത് ഇതിനകത്തിട്ടാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ ഇച്ചിരി നല്ല മണ്ണ് നോക്കി എവിടെന്നെങ്കിലും ഒപ്പിച്ച് വെക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഞാൻ മറന്നു പോകും ഇതിൻ്റെ കാര്യം. അപ്പോൾ ഒരുവിധം ഒപ്പിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെന്താ ചെയ്തത് നമ്മൾ, സ്റ്റൗവെല്ലാം ഒന്ന് തുടച്ച്, നമ്മൾ ഇന്നത്തെ പാചകം കഴിഞ്ഞിട്ടൊന്നും ഞാൻ തുടച്ചില്ല. കാര്യം നമുക്ക് ക്ലീനിങ് ചെയ്തിട്ട് തുടയ്ക്കാമെന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് ഞാൻ പിന്നെ തുടച്ചില്ല. അപ്പോൾ ഈ പിന്നെ സ്പ്രേ നല്ല കേട്ടോ, നല്ലപോലെ ക്ലീനാവും, നല്ലപോലെ വൃത്തിയാവുന്നുണ്ട്. നമ്മുടെ ആ കൗണ്ടർ ടോപ്പെല്ലാം നമ്മൾ സാധാ രീതിയിൽ തുടയ്ക്കുമ്പോൾ നല്ലൊരു രീതിയിൽ വൃത്തിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കും, നല്ല കേട്ടോ, നല്ല സ്പ്രേ അത്. പിന്നെ എന്താ പറയുക, ഞാൻ ഇന്നലെ പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് 90 രൂപ 1 കിലോ ഇഞ്ചിക്ക് ധന്യ സൂപ്പർ മാർക്കറ്റിൽ. അപ്പം ഞാൻ അവിടെ കയറി ഇച്ചിരി ഇഞ്ചി വാങ്ങിച്ചു. ഇന്നൊക്കെ ചിരണ്ടി അരിഞ്ഞ് മൂപ്പിച്ച് ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ സമയം കിട്ടിയില്ല. സമയം കിട്ടാഞ്ഞത് കൊണ്ടും ഞാനത് തിരിച്ച് അതേപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം ഞാനത് പിന്നീട് മാറ്റുന്നുള്ളൂ. ബാക്കി അന്നേരം ഇവിടെ എല്ലാം ഒന്ന് സോപ്പിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളെല്ലാം വാരി കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടാണല്ലോ കഴുകിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം അഴുക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ സോപ്പിട്ട് കഴുകി ഇടാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാം ഒന്ന് കഴുകി അതിന് ശേഷം പിന്നെന്താ സിങ്കും ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി പൈപ്പും എല്ലാം ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് ഭിത്തിയിലൊന്നും ഞാൻ സോപ്പിട്ട് കഴുകിയില്ല, മറ്റേ സ്പ്രേ അടിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കുകയും ചെയ്ത്. കാരണം ഭിത്തിയിലൊന്നും അതിന് വേണ്ടി ഉള്ള പരിപാടി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ 2 ട്രിപ്പ് 3 ട്രിപ്പോ വെള്ളം കോരി ഒഴിച്ച് ഞാൻ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, നമ്മുടെ സ്പ്രേ ഒക്കെ ഒഴിച്ച് നമ്മുടെ അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി അവിടെ വലിയ മോശമായ രീതിയിലൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. കണ്ടോ, നല്ല ആ സാധനം കൊണ്ട് തുടയ്ക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആവുന്നത്. അവിടെ എല്ലാം
നമ്മൾ ആ മോപ്പ് കൊണ്ട് തുടച്ചിനൊക്കെ ഒന്നും ഒരുമാതിരി ഇരുന്നെങ്കിലും കണ്ടോ, ഇതും കൊണ്ട് തുടച്ചപ്പോൾ നല്ല വൃത്തിയായത് കണ്ടോ. സാധനം കൊള്ളാം. പക്ഷേ വിലയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് 175 രൂപയോ അങ്ങനെ എങ്ങാണ്ട് വിലയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റേതായ രീതി കുറവുണ്ട്. അത് എത്രയാണെന്ന് ഞാൻ ബില്ല് നോക്കിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം തിരിച്ച് അതേപോലെ ഉപ്പ് ഭരണിയും പിന്നെ അതേപോലെ എണ്ണ വെക്കുന്ന സ്റ്റാൻഡൊക്കെ നമ്മൾ കഴുകിയായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി മാറ്റി ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ നേരെ തറയിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മളവിടെ എല്ലാം തൂത്തിറക്കിയതിൻ്റെയൊക്കെ അതിന് വേണ്ടി ഇല്ലായിരുന്നുവെങ്കിലും അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി മാറ്റിയതിന് ശേഷം നമുക്ക് വിശക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പം പിന്നെ ഞാൻ പോയി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. മീൻ കറിയും എലിശ്ശോരിയുമായിരുന്നു. എലിശ്ശോരി മീൻസ് നമ്മുടെ മത്തങ്ങയും വൻപയറും എല്ലാം ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ടുണ്ട്. അതിനുശേഷം ഉച്ചയായപ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയെല്ലാം ഞാൻ എടുത്ത് വെയിലത്ത് വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതെല്ലാം പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചു. അത് അന്നേരം ഒതുക്കി അങ്ങ് എല്ലാം സെറ്റപ്പ് ആക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി റോഡ് മുഴുവനായിട്ട് ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ഉച്ച കഴിഞ്ഞുള്ള പരിപാടി. ഹലോ, ഇന്നത്തെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. അടുക്കള എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ഒന്നും തൂക്കുന്നതും തുടങ്ങിയൊന്നും ഞാൻ ഇട്ടില്ല. കാര്യം വൈകിട്ട് ഞാൻ റോഡൊന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. റോഡ് വൃത്തിയാക്കി തീർന്നു. അത് വൃത്തിയാക്കാൻ നേരത്ത് എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ റോഡ് വണ്ടി പോകുന്ന സ്ഥലമായതുകൊണ്ട് സ്റ്റാൻഡ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം വൃത്തിയാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി. ഇപ്പോൾ തുമ്മലിൻ്റെ അങ്ങേയറ്റം തുമ്മി ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.